കാലിഫോർണിയ ഗോൾഡ് യെല്ലോ അല്ല ഇത് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്. അതൊരു യെല്ലോയുടെ ഗോൾഡ് കളർ. ഓറഞ്ച് ആപ്പിൾ, ഇതെല്ലാം ഓറഞ്ച് ആപ്പിളൊക്കെ നല്ല ഭംഗിയാണ്. കസ്റ്റമർ എപ്പോഴും കണ്ടാൽ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ചെടികളാണ്. മൾട്ടി ഗ്രാഫ്റ്റഡ്. ഇതാണ് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇത് ചില്ലിയുടെ പിങ്ക്, ചില്ലിയുടെ റെഡ്, മൾട്ടി ഗ്രാഫ്റ്റാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് വന്ന് നമ്മളിവിടെ ഗ്രോ ചെയ്തെടുത്തതാണ്. ഇത് റൂബി റെഡ് അല്ലേ? ഇത് റൂബി റെഡ്. ഹാങ്ങിങ് അല്ലാത്തതുകൊണ്ട് പാർമസോഡ മിനി ചെറിയ പൂവ്. ഈ ഗ്രീൻ ആപ്പിളിന്റെ തന്നെയാണ് അതിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ച അതിന്റെ ചെറിയ 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 പൂവ്. അതതിന്റെ വലിയ പൂവ്. ഇത് മുള്ളുള്ള ടൈപ്പാ? മുള്ളില്ല, ഡോർഫ് വെറൈറ്റിയാ. ശരി. നമ്മളിതിനെ അൺലിമിറ്റഡ് ഫ്ലവർ ബൊഗെയിൻവില്ലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മഴ സമയത്ത് ഒരു 1-2 മാസം മാത്രമേ പൂക്കൾ കുറവ്, ബാക്കിയെല്ലാ സമയത്ത് അത് സൺലൈറ്റ് വരുന്നതെല്ലാം ഉള്ളതാണ്. ഇതും ഫാർമസോ പിങ്കിൻ്റെയും മിനിയുടെയും ഒരു വൈഡ് കളക്ഷൻ. ഇത് കയാത്ത വെറൈറ്റിയാണ്. കയാത്ത വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റാണ്. നല്ല ബുഷി പ്ലാന്റാണ് കയാത്ത വെറൈറ്റി. ഇന്ത്യൻ കയാത്ത എന്നറിയപ്പെടും. ഇത് ചോക്ലേറ്റ് ബ്രൗൺ. ഇത് കുറച്ച് കഴിഞ്ഞ വർഷം ഇതിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ വർഷം ചോക്ലേറ്റ് ബ്രൗൺ മാർക്കറ്റിൽ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഉണ്ട്, എല്ലാവരും കളക്ഷൻ ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. ഇത് കേരള റെഡ് എന്ന് പറഞ്ഞ് പുതിയ വെറൈറ്റിയാണ്. നമുക്ക് നോർമലി ഇവിടെ കേരളത്തിലുള്ള നഴ്സറിക്കാർ ഇത് നോർമൽ എന്ന് പറയും. പക്ഷേ ഇത് നോർമൽ അല്ല. ഇതൊരു കേരള റെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡാർക്ക് തീമാണ് ഈ സാധനം. നല്ല വലിയ പൂക്കൾ. അതെ, എവിടെ ഇപ്പോൾ തായ്ലൻഡുകാരും ചൈനക്കാരുടെയൊക്കെ ഒരു ഇൻ്റർനാഷണൽ കാറ്റലോഗിൽ ബൊഗെയിൻവില്ലയിൽ ഇടം പിടിച്ച ഒരു പേരാണ് കേരള റെഡ്. ആ കേരള റെഡിൻ്റെ ചെടിയാണ്, അതിൻ്റെ ചെറുതൈകളാണ് ഇതെല്ലാം. ഇത് യൂഫോർബിയയുടെ മിലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. തായ് വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവർ ആവും. നമുക്ക് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലുള്ള കടുത്ത ചൂടത്ത് നിറച്ച് ഫുൾ ടൈം ഫ്ലവറായിട്ട് നിൽക്കും. ഇതിൻ്റെ കളേഴ്സ് എത്ര ഉണ്ട് ഇവിടെ? ഇതൊരു 4 വെറൈറ്റി ഉണ്ട്. 4 വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 8 ഇഞ്ച് പോട്ടിനകത്ത് ഫുൾ ഫ്ലവറാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലേക്കുള്ള സെയിൽസിന് വേണ്ടിയുള്ള ഫ്ലവർ പ്ലാന്റാണ് യൂഫോർബിയ മിലി. ഇത് മധുകാമിനി എന്ന് പറഞ്ഞ ക്രീപ്പർ ടൈപ്പാണ്. നിറച്ച് ഫ്ലവർ ഉണ്ടാവും. പടർന്നു പോകണം. പക്ഷേ ഇതിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവർ വരും. മധുകാമിനി. ഇതൊരു ഈ പ്രോപ്പർട്ടിയും ഈ ഫെസിലിറ്റിയും ആക്ച്വലി നമ്മൾ മെയിൻ നേഴ്സറി 10 വർഷമായിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം അതിനുശേഷം നമ്മൾ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എക്സ്പാൻഷൻ ചെയ്ത് വരുന്നത്. മെയിൻ ഫാം പിന്നെ ഒരെണ്ണം 2 ഏക്കർ വരുന്നത് മടത്തറയായിട്ടുണ്ട്. പിന്നെ കിളിമാനൂർ ഭാഗത്തായിട്ട് സ്റ്റോക്ക് യാർഡുണ്ട്. ഈ ഒരു മേഖലയിൽ മാർക്കറ്റിൽ ലേബലുള്ള നഴ്സറിയാണ്. നമസ്കാരടാ, ഞാനിപ്പോൾ ഉള്ളത് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുളമൂട്ടിൽ ഗാർഡൻസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എൻ്റെ ചുറ്റിരിക്കുന്ന മൊത്തം ബൊഗെയിൻവില്ലാസാണ്. ബൊഗെയിൻവില്ലയുടെ ഒരുപാട് വെറൈറ്റി, അതായത് നമ്മളിതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വെറൈറ്റി ബൊഗെയിൻവില്ല ചെയ്യുന്ന ഒരു ഗാർഡനാണ് മുളമൂട്ടിൽ ഗാർഡൻസ്. അതുമാത്രമല്ല, ഇവർ ഡയറക്റ്റ് ഇറക്കുന്നതുകൊണ്ട് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിന്, അതായത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ബൊഗെയിൻവില്ലാസ് ഇവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ അതുകൂടാതെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് ബൊഗെയിൻവില്ലാസാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. സൺഡേ ഓപ്പൺ ആണ്. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കേരളത്തിനകത്തോട്ടും കേരളത്തിന് പുറത്തോട്ടും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അനീഷ് ഖാൻ എന്ന് പറയുന്ന ആളെയാണ് ഈ ഗാർഡൻ കേട്ടോ, മുളമൂട്ടിൽ ഗാർഡൻസ്. ഹായ്. അവർക്ക് അപ്പുറത്തൊരു ഗാർഡൻ ഉണ്ട്, ഇപ്പുറത്തൊരു ഗാർഡൻ ഉണ്ട്. അതേതാ വെറൈറ്റി? അത് ബ്ലൂബെറീസ് എന്ന് പറയും. ഇവിടെയൊക്കെ ഇരിക്കുന്നതാ ആ സൈഡിൽ ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, ചില്ലി ഐസ്ക്രീം ആകത്തിരിപ്പുണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റേറ്റ് ഹൈവേ ആണ്. MC റോഡ് നമ്മളെ വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രത്ത് നിന്ന് വെഞ്ഞാറമൂട്, കാരേറ്റ്, കിളിമാനൂർ, നിലമേൽ ക്രോസ് ചെയ്ത് 2 കിലോമീറ്റർ എത്തുമ്പോൾ ഈ ഡെസ്റ്റിനേഷനാവും. ഇവിടെ നിന്ന് പിന്നെ റോഡ് നേരെ പോകുന്നത് ചടയമംഗലം ജഡായു. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ. ജഡായു കഴിഞ്ഞ് പിന്നെ കൊട്ടാരക്കര, അടൂര്, പന്തളം, തിരുവല്ല, ചങ്ങനാശ്ശേരി, അങ്ങനെ കോട്ടയം റോഡാണ് ഇത് പോകുന്നത്. MC റോഡാണ് മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. 2 ഗാർഡൻ ഉണ്ടല്ലേ? അതെ, നമ്മൾ പ്രോപ്പർട്ടി ഇവിടെ ഏകദേശം ഒരു 4.5 ഏക്കറോളം വരുന്ന പ്രോപ്പർട്ടി ഈ ഫെസിലിറ്റിയിൽ തന്നെയുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം റോഡിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡായിട്ട് കാണുന്നത് മുളമൂട്ടിൽ ഗാർഡൻസിൻ്റെ ഇൻഡോർ പ്ലാന്റ് സെക്ഷനും ഫ്രൂട്ട് പ്ലാന്റ് സെക്ഷനുമായിട്ടാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു 3.5 ഏക്കർ പ്രോപ്പർട്ടിയിൽ ഫ്രണ്ട് എൻഡിൽ കൗണ്ടറായിട്ട് ബൊഗെയിൻവില്ലയുടെ തന്നെ കൗണ്ടറായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പ്രൊഡക്ഷൻ സെൻ്റർ ആയിട്ടുണ്ട്. ബൊഗെയിൻവില്ലയുടെ പ്രൊഡക്ഷൻ സെൻ്റർ, ഗ്രോയിങ്ങും ഒരു വലിയ ഏരിയയാണ്. സിംഗപ്പൂർ പിങ്ക് ഫ്യൂഷിസ എന്ന് പറയും. ഉണ്ട്, വൈറ്റ് ഗ്രീൻ ആപ്പിളിന്റെ വലിയ ചെടി. ഇതൊരു വെറൈറ്റി സാധനം. അത് അധികം എവിടെ കണ്ടുള്ളത് ഗ്രീൻ ആപ്പിൾ. കറക്റ്റ് ഒരു പച്ചാപ്പിളുമാരി തന്നെ ഇരിക്കേണ്ടത്. ഗ്രീൻ ആപ്പിൾ നിറയെ പൂക്കളുണ്ടാവും, ചെറിയ പൂക്കൾ. 4 വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കേരളത്തിലുടനീളം എല്ലാ നഴ്സറിക്കാരെയും എടുത്തു പോകുന്ന ചെടിയായിരുന്നു. 4 വർഷമായിട്ട് എൻ്റെ കയ്യിൽ വന്നതാണ് ഗ്രീൻ ആപ്പിൾ.
ഹാങ്ങിങ്ങിന്റെ ഒരുപാട് വെറൈറ്റീസ്. ഇത് ഫാർമസോയുടെ മിനി. ആ, അതായത് മിനി എന്ന് പറയുമ്പോൾ അധികം ഫാർമസോയുടെ ചെറിയ പൂ. ഈ ഗ്രീൻ ആപ്പിളിന്റെ തന്നെയാണ് അതിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ച അതിന്റെ ചെറിയ 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 പൂ. അത് അതിന്റെ വലിയ പൂ. ഇത് മുള്ളുള്ള ടൈപ്പാ? മുള്ളില്ല. മുള്ളില്ല. ഡോർഫ് വെറൈറ്റി. ഓ ശരി. നമ്മളിതിനെ അൺലിമിറ്റഡ് ഫ്ലവർ ബൊഗൈൻവില്ലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതോ ഈ വലിയ പൂക്കള? മഴ സമയത്ത് ഒരു 1-2 മാസം മാത്രമേ പൂക്കൾ കുറവ്, ബാക്കിയെല്ലാ സമയത്ത് അത് സൺലൈറ്റ് വരുന്നതെല്ലാം ഉള്ളതാണ്. ഇതും ഫാർമസോ പിങ്കിൻ്റെയും മിനിയുടെയും ഒരു വൈഡ് കളക്ഷൻ. ഇത് ബ്ലൂബെറി ഐസിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്, ചെറിയ ബഡ്ജറ്റിലെ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പ്. പോട്ടും എല്ലാം ബ്രാൻഡഡ് ആണ്. ഹർഷദീപ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡഡ് പോട്ടാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പോട്ട് സെയിലുണ്ടല്ലേ? പോട്ട് സെയിലുണ്ട്. ഹർഷദീപ് ബ്രാൻഡഡ് ബോംബെ ബേസ് ചെയ്ത് പൂനെ ബേസ് ചെയ്തുള്ള മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ ബ്രാൻഡഡ് ആണ്. ലോങ് ലൈഫ് ഉണ്ട്. നമ്മുടെ ഫാമിലി പ്ലാസ്റ്റിക് ഹോൾസെയിൽ ഉണ്ട്. അതൊരു ബ്രാൻഡഡ് പോട്ടാണ്. ക്വാളിറ്റി ഉണ്ട്. നമുക്കൊരു പ്ലാന്റിനെ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിലോട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഘടകമാണ്. നമ്മൾ റീസൈക്കിൾ പ്ലാസ്റ്റിക് അല്ലാത്ത വെർജിൻ പ്ലാസ്റ്റിക് വെച്ചുള്ള പോട്ട് ഒരു പ്രധാന ഘടകമാണ്. ഓ നോക്കി ഈ സൈഡിൽ മൊത്തം ബ്ലൂ കളറുള്ള ഇതേത് വെറൈറ്റി ബ്ലൂ? ഫാർമസോയുടെ പലതരം. ഇതാ ഈ ചെറിയതാ? ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ. പേരെന്താ? ഇത് സക്കുറ ബെല്ലാച്ചയുടെ ഒരു പുതിയ വെറൈറ്റി. സക്കുറ ബെല്ലാച്ച എൻ്റെ യഥാർത്ഥ ഐഡി നെയിം അറിയില്ല, പക്ഷേ സക്കുറ ബെല്ലാച്ചയുടെ സെയിം ഫ്ലവർ പോലെ അതിൻ്റെ അത്രയും വൈഡായിട്ട് ഹാങ്ങിങ് പ്ലാന്റിലേക്ക് പറ്റിയൊരു പ്ലാന്റ്. ഇഷ്ടംപോലെ സക്കുറയുടെ ഒരു ന്യൂ ഗ്രീൻ എന്നും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരി ശരി. ഇത് ഈ പോട്ട് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ? ഫാമിലി പ്ലാസ്റ്റിക്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. വെർജിൻ പ്ലാസ്റ്റിക് ആണ്. ഇതെല്ലാം ഹോൾസെയിൽ. ഒരു 5 ഇയേഴ്സെങ്കിലും കസ്റ്റമേഴ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിച്ചുകൊണ്ട് 5 ഇയേഴ്സെങ്കിലും അവർക്ക് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇത് ചെറിയ മിനിയേച്ചർ ടൈപ്പ് ലീഫുമാണ്, മിനിയേച്ചർ ടൈപ്പ് ഫ്ലവറുമാണ്. പിന്നെ നോക്കി ഗ്രീൻ ആപ്പിളിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് നല്ല ബൾക്കായിട്ട് ചെയ്യണ്ടല്ലേ? ഗ്രീൻ ആപ്പിൾ ഒരു 4 വർഷമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇത് കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് ഏറെക്കുറെ നഴ്സറികളെല്ലാം വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു 2-3 വർഷത്തിന് മുമ്പ് വരെ. ഫെർട്ടിലൈസർ ഉണ്ടോ? ജൈവവളങ്ങൾ. ഇതെന്താ സംഭവം? ഇത് ടേബിൾ പാം, ചൈന. നമ്മൾ ചെറിയ സീഡ്ലിങ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്ത സീഡ്ലിങ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുന്നു. ഇല്ല ഇത് ടേബിൾ ടോപ്പാ. അട്രാക്റ്റീവ് ആയിട്ടുള്ള സെറാമിക് പോട്ടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റി ബേസ് ചെയ്ത് ഇൻഡോർ പ്ലാന്റ് ഷോപ്പുകളെല്ലാം നിറയെ എടുത്ത് പോകുന്നുണ്ട് ഇവിടുന്ന്. നല്ല ക്വാളിറ്റിയോടുകൂടി ഗ്രോ ചെയ്ത് വെച്ചേക്കാം. ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന്റെ ഹോൾസെയിലുള്ളേ? അതെ അതെ. ഇത് നമ്മൾ വളർത്തിയതുകൊണ്ട് അതിനൊരു ചെടിക്കൊരു ക്വാളിറ്റി, ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. നോർമലി ഇത് പൂനെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ നഴ്സറിക്കാർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ ഗ്രോ ചെയ്തപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം വന്നു. ഇത് പക്ക ഇൻഡോർ ആണ്. അത് പക്ക ഇൻഡോർ. ഇത് ഹുവായിൻ്റെ പിങ്ക്, ഇത് ഹുവായിൻ്റെ വൈറ്റ്. ഹാങ്ങിങ്ങിലെ വൈറ്റ്. അത് സൺസെറ്റ് വെയിറ്റ് ഏകദേശം സ്റ്റോക്ക് ഔട്ടായി. ഇത് ഹുവായിൻ്റെ പിങ്ക്. ഇത് താങ്ലോങ് റെഡ്. പിന്നെ ഒരു ചെറിയ സെക്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. അതേവിടെ ചട്ടികളെ കുറച്ച് കാണിച്ചു തരാൻ. വലിയ പോട്ടുകളുണ്ട്. മൾട്ടി ഗ്രാഫ്റ്റഡ്. ഇതാണ് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇത് ചില്ലിയുടെ പിങ്ക്, ചില്ലിയുടെ റെഡ്, മൾട്ടി ഗ്രാഫ്റ്റാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് വന്ന് നമ്മളിവിടെ ഗ്രോ ചെയ്തെടുത്തതാണ്. ശരി. ഇതിൻ്റെ ഒരു വൈഡ് കളക്ഷൻ ഉണ്ടായിരുന്നു, ഏകദേശം സ്റ്റോക്ക് ഔട്ടായി. കുറച്ചൊരു 10-30 പ്ലാന്റ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇത് റൂബി റെഡ് അല്ലേ? ഇത് റൂബി റെഡ്. ഇതിന്റെ മറ്റേതും ഉണ്ടോ? അതായത് ഹാങ്ങിങ് അല്ലാത്തതുണ്ടോ? അല്ലാത്തതുണ്ട്. ഓക്കെ. ഇത് ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഡയറക്റ്റ് കൊണ്ടുവരുന്നതാണ്. കണ്ടെയ്നർ കണക്കിന് സാധനം കൊണ്ടുവരുന്നതുകൊണ്ട് ഇവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് ഏതാ വെറൈറ്റി? ഇത് ഫ്ലെയിം റെഡ്. ഇതിപ്പോ നല്ല മാർക്കറ്റുള്ള വെറൈറ്റി. നല്ല മാർക്കറ്റ്. ഡാർക്ക് കളറാണ്, തീപ്പെട്ടി കളർ. അതെ അതെ അതെ, തീ മാറി ഇരിക്കും. ഒരു വൈറ്റും മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മറ്റേ പ്ലാന്റ്സ് ഉണ്ടോ? ചെത്തിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ? അത് ബൊഗൈൻവില്ലയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീനിയം ബൾക്കായിട്ടുണ്ട്. അഡീനിയം എപ്പോഴും എൻ്റെ കയ്യിൽ 2000-3000 പീസസ് സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ. അതൊക്കെ സ്റ്റോക്ക് എടുക്കുന്നവർക്ക് ഒരു ചെറിയ റേറ്റിട്ടാണ് കൊടുക്കുന്നത്. ഇത് അടർണ, മഹാറാണി. ഇതേതാ? ഇതിന്റെ ഇലക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് സിൽവർ റെഡ്. ഇതാണ് ഓറഞ്ച് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് കാലിഫോർണിയ ഗോൾഡ്. യെല്ലോ അല്ല, ഇത് കാലിഫോർണിയ ഗോൾഡ്. കാലിഫോർണിയ ഗോൾഡൊക്കെ ഏകദേശം ഒരു
5-6 വർഷം കൊണ്ട് ഞാൻ മാർക്കറ്റിൽ അതല്ലേ ഇത് ബുഷായിട്ട് തന്നെ നിൽക്കുന്ന പ്ലാന്റ് ആണല്ലേ? ബുഷായിട്ട് നിൽക്കുന്ന അതൊരു യെല്ലോയുടെ ഗോൾഡ് കളർ. ഓറഞ്ച് ആപ്പിളൊക്കെ നല്ല ഭംഗിയാണ്. കസ്റ്റമർ എപ്പോഴും കണ്ടാൽ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ചെടികളാണ്. അല്ല മൾട്ടിഗ്രാഫ്റ്റാണ്. എത്ര കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതിൽ? നോർമലി 5 കളറാണ് വരുന്നത്. ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, ചില്ലി ഐസ്ക്രീം, ചില്ലി വയലറ്റ്, അങ്ങനെ 5 കളറാണ് വരുന്നത്. ഇതേതാ ഈ വെറൈറ്റി? അത് സക്കൂറ ബെല്ലാച്ച. ശരി. ഹാങ്ങിങ്ങിൽ സക്കുറ ബെല്ലാച്ചിട്ട് തന്നെ മറ്റുള്ള വെറൈറ്റീസ് ഉണ്ട് കുറച്ച്. സക്കൂറയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് ഞാൻ കാണിച്ചത്, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. അത് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഇതാ ഈ കളറാ ഇവിടെ ഇരിക്കുന്നത്? അതെല്ലാം ചില്ലി ഐറ്റങ്ങളാണ്. ചില്ലിയുടെ സിംഗിൾ പീസുകൾ, ശരി. സിംഗിൾ കളേഴ്സ്. മൾട്ടിക്രാഫ്റ്റ് അല്ല, സിംഗിൾ. ഇതിൻ്റെ എല്ലാം ഹോൾസെയിൽ ഉണ്ട് കേട്ടോ, ഹോൾസെയിൽ റീറ്റെയിലുണ്ട്. ഇനി ഒന്ന് പുറത്തോട്ട് പോയിട്ട് അകത്തേക്ക് വരാം അല്ലേ? ഇത് ഇതാ ബ്ലൂബെറി ഐസ്, അതിൻ്റെ ഹാങ്ങിങ് അല്ലേ? ഹാങ്ങിങ്. ഓക്കെ. ഇവിടെ നമ്മൾ വിട്ടൊരു വർക്കുണ്ട്. ഇത് ഈ വെറൈറ്റീസാണ്. ഇത് ഡോക്ടർ റാവു വെറൈറ്റി. ഡോക്ടർ റാവു. ഡോക്ടർ റാവു വെറൈറ്റി ഇതിൻ്റെ സീഡ്ലിങ്സ് നിറയെ സപ്ലൈ ഉണ്ട്. ശരി. ഇതിൻ്റെ റെഡ് ഓറഞ്ചും ചെറിയ സീഡ്ലിങ്സ് നിറയെ ഉണ്ട് സപ്ലൈ. ഈ വെറൈറ്റീസ് ഇത് നോർമലാണ്, ഹൈബ്രിഡ്? അത് നോർമലും ഉണ്ട്, ഡോർഫ് വെറൈറ്റികളും ഉണ്ട്. ഇത് കൊള്ളാലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു വയലറ്റ്, അത് പൂന പിങ്ക്. ഇത് മൾട്ടിബോൾ ഫൈക്കസ്. ശരി. ആക്ച്വലി ലാൻഡ്സ്കേപ്പിങ്ങിനും പുതിയ വീട് വയ്ക്കുന്നവർക്കുമല്ല മൾട്ടിബോൾ ഫൈക്കസ്. അതായത് ഹെവി പ്ലാന്റുകൾ അത്യാവശ്യം തെക്കൻ കേരളത്തിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതാണ്. നമുക്ക് അതിലേക്കൂടെ വരാം. കുറച്ച് ഏരിയ ഉണ്ട്. എത്ര ഏരിയ ഉണ്ട് ഈ സ്ഥലം? ഇതൊരു 3.5 ഏക്കർ. ഇതേതാ ഈ വെറൈറ്റി? ഡോർഫ് വെറൈറ്റി. വീര വൈറ്റ്, SP സിംഗ്, പൂന വൈറ്റ്, അങ്ങനെ പറയുന്നത് നോർമലി മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇത് മൾട്ടിക്രാഫ്റ്റ് ആണല്ലേ? ഒരു ചില്ലി ഐസ്ക്രീമിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട്. അതെ. ഗ്രീൻ ആപ്പിൾ വീണ്ടും. ഗ്രീൻ ആപ്പിൾ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫാർമസോയുടെ മിനി, വലിയ പൂവ്. മഹാറാണി, അടർണ. ഇത് തായ്ലൻഡ് ചില്ലി വെറൈറ്റീസ്. ശരി. ഇതെല്ലാം പല കളേഴ്സ് ഉണ്ടല്ലോ. അതെ, ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, റൂബി റെഡ്, ഗ്രീൻ ആപ്പിള്. ഇവിടെ ഒരു വലിയൊരു ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കാനുള്ള ചെടിയില്ല? അതെ, മൾട്ടിഗ്രാഫ്റ്റഡ് വലിയ പ്ലാന്റ്. ഇതോ ഈ വയലറ്റോ? ഇത് ഫാർമോസോ വെറൈറ്റി. ഇത് സിംഗപ്പൂർ പിങ്ക്, ഫ്യൂഷിസ. ഇത് റയർ ആണെന്ന് തോന്നുന്നു അല്ലേ ഈ പ്ലാന്റ്? മാർക്കറ്റിൽ 2 വർഷത്തിന് മുമ്പാണ് വന്നത്. കഴിഞ്ഞ വർഷം ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ വർഷവും വിറ്റുപോയി, ഏകദേശം കഴിഞ്ഞു. അത് മൊണാലിസ റെഡ്. ഇത് ചില്ലിയുടെ വെറൈറ്റീസ്. ഇതേതാ ഈ വലിയ പൂക്കള്? അത് നാടനിൽ പെട്ടത്. ഇവിടെ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ വലിയ സെക്ഷൻ ഉണ്ട്. ഇത് പേര് തായ്പിംഗ് ആണോ? തായ്പിംഗ് ഉണ്ട്, VNR ഉണ്ട്. ഇതെല്ലാം ഹോൾസെയിൽ ഉണ്ട് അല്ലേ? അതെല്ലാം ഹോൾസെയിൽ, ബൾക്കായിട്ടുണ്ട്. ഇത് 32,000 പ്ലാന്റ് തന്നെ. ഇത് തന്നെ എല്ലാത്തിനും ബഡ്സും സ്റ്റേയുണ്ട്. 32,000 പ്ലാന്റ് ഈ ഒരു ബെഡിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് നമ്മുടെ ഫ്രൂട്ട്സിൽ നമ്മുടെ തെക്കൻ കേരളം, തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ്, കോട്ടൂർക്കോണം, അതിന്റെ ഒരു കളക്ഷൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ക്വാളിറ്റി അതോ ആയിരിക്കും. ഇത് ആക്ച്വലി കൽക്കട്ട വെറൈറ്റി. കൽക്കട്ട വെറൈറ്റി. ഇതിനകത്ത് അമറപാളി, നാസിക് പസന്ത്, ഹിമാം പസന്ത്, സുവർണരേഖ, അങ്ങനെ പറയുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല കൽക്കട്ട വെറൈറ്റി, ഹിമസാഗർ, നാസിക്. നമ്മളെപ്പോഴും നമ്മുടെ നാടൻ ഇനങ്ങൾ, നാടൻ വെറൈറ്റികൾ തന്നെയാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. വിലക്കുറവാണ്. ജെയിൻ്റെ അബിയു. പിന്നെ തിരുവനന്തപുരത്ത് ഇത് ബ്ലൂബെറി. ബ്ലൂബെറി കലാത്തിയ ലൂട്ടിയ. ബൾക്ക് പ്രൊഡക്ഷൻ നമ്മൾ ഫുള്ള് കയറ്റി വിടുന്നത്. ഇത് സീഡ് ജെർമിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സീഡ് ജെർമിനേറ്റഡ് പ്ലാന്റിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ എത്ര ബ്രാഞ്ചാ. അടർത്തി എടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലെ ക്ലയൻറ്റുകളുണ്ട്. അവർക്കെല്ലാം ബൾക്കായിട്ട് ലോഡ് കയറ്റി വിടുന്നുണ്ട്. അതെ. കൂടുതൽ അങ്ങോട്ട് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗങ്ങളിലുണ്ട്. സീഡ് ജെർമിനേറ്റഡ് കലാത്തിയ ലൂട്ടിക്ക് നല്ല ഡിമാൻഡാണ്. ഇതിന് പ്രത്യേകത, ചെടി ഒരു പീസ് ചെടി നമ്മൾ ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അവരുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ
അതിൽ നിന്ന് ബ്രാഞ്ച് പൊട്ടി അത്രത്തോളം തൈ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൾഗറായിട്ട് ഹൈറ്റിൽ പോകില്ല. ഹൈറ്റിൽ പോകുന്ന ചെടിയൊക്കെ ഡിമാൻഡ് കുറവാണ്. എപ്പോഴും കുറ്റിച്ചൊരു 3 അടി 4 അടി ഹൈറ്റിൽ തന്നെ നിൽക്കണം. അതിന് ലാൻഡ്സ്കേപ്പിങ്ങിനാർ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവർ എപ്പോഴും സീഡ് ജനറേറ്റ് തൈക്കാണ് ഡിമാൻഡ് ഉള്ളത്. ഇത് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടുള്ള ലില്ലിപ്പില്ലി, ജബോട്ടിക്കാവ. ജബോട്ടിക്കയുടെ വലിയ പ്ലാന്റുകളെല്ലാം. ശരി. ഇത് മറ്റേ റെഡ് ഹൈബ്രിഡ് സ്കാർലറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ, എല്ലാ ഐറ്റങ്ങളും ഇതൊക്കെ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. ഹോൾസെയിലും റീറ്റെയിലും ആണ്. ഇത് സ്റ്റാർ സ്വീറ്റ് ലൂബി. സ്വീറ്റ് ലൂബിയാണോ അത്? സ്വീറ്റ് ലൂബിയുടെ മുട്ട് വന്നു. അതെ, വലിയതായി. അത് വലിയ ലൂബിയാണോ? വലിയ പ്ലാന്റ്. ഇപ്പം കായ്ക്കും, അതിന് മുട്ട് വന്നു തുടങ്ങി, ഇപ്പം കായ്ച്ചു തുടങ്ങുന്നത്. ഈ ചെടിയോ? റോസര എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ കുറേ ഐറ്റംസ് ചെമ്പരത്തിയൊക്കെ ഉണ്ട്. ഇവിടെ മുസാന്ത, ചെത്തി. ചെമ്പരത്തിയൊക്കെ ഹൈബ്രിഡ് ആണല്ലേ? ഹൈബ്രിഡാ. പിന്നെ തെറ്റിയ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ വർക്ക് ഉള്ളതുകൊണ്ട് മിക്കവാറും എക്സോർ ഐറ്റംസ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഉണ്ട് ലോൺ ഗ്രാസ് സപ്ലൈയും ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സുകളിൽ നിറയെ ഉണ്ട്. അതുകൊണ്ട് എക്സോർ ഐറ്റംസ് എല്ലാം എപ്പോഴും വിറ്റ് പോകും. ഇത് ടെർമിനാലിയ അല്ലേ? ഇത് ടെർമിനാലിയ വൈറ്റ്. ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റുകളെല്ലാം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിന് പുതിയ വീട്ടിലേക്ക് ടെർമിനാലിയ വൈറ്റ് ഒരെണ്ണം നിർബന്ധം. ഇപ്പോൾ അത്യാവശ്യം വിലയുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം വിലയുണ്ട്. ഒരു 7,500 to 8,500 വിലയുണ്ട് തട്ടനുസരിച്ച്. ഇതൊക്കെ ഒരു 7,500 നമ്മൾ കൊടുക്കാറുണ്ട്. സിംഗപ്പൂർ പിങ്ക് അതിന്റെ വലിയ ചെടി. അതെ, വലിയ ചെടിയാണ്. പിന്നെ അവിടെയൊക്കെ ചില്ലി വെറൈറ്റീസ്, പല വെറൈറ്റീസ്. അതെ, ഒന്നങ്ങോട്ട് പോയിട്ട് വരാം. ഇതുള്ളല്ലോ അത് ഡോക്ടർ റാവുവിന്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ്. ഡോക്ടർ റാവു വെറൈറ്റിയിൽപ്പെട്ട. ഇത് ഡോക്ടർ റാവുവിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതെ, കളേഴ്സ് വരുന്നുണ്ട്. റെഡ്, ഓറഞ്ച് കളേഴ്സ്. ഇതൊക്കെ പിന്നെ ചില്ലി വെറൈറ്റീസ് അല്ലേ? ഇതെല്ലാം ചില്ലി വെറൈറ്റീസ്. പിന്നെ മൾട്ടിബോൾ ഫൈക്കസുകൾ ഹെവി പ്ലാന്റുകളാണ്. ഈ ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന പ്ലാന്റുകളല്ല. മൾട്ടിബോൾ ഫൈക്കസ് ഒന്ന്. ഫൈക്കസിന്റെ കൂടെ അത്യാവശ്യം കോസ്റ്റ് ഉള്ളതാണ്. അതെ, അതിനനുസരിച്ചുള്ള പ്രീമിയം ക്ലയന്റുകളും കസ്റ്റമേഴ്സും വന്നാലാണ് അത് ചുറ്റി പോകുന്നത്. ഈ വെറൈറ്റി ഏതാ? നേരത്തെ നമ്മൾ കണ്ടോ? മലേഷ്യൻ ഫാർമസോപ്പിംഗ്. ടെർമിനാലിയുടെ വലിയ പ്ലാന്റുകൾ. മരമുല്ലയുടെ ഇത് നന്നായിട്ട് പോകും. നിറച്ച് പോകും. വൈറ്റ് ഫ്ലവറാ. മരമുല്ലയുടെ വലിയ. ഇതേതാ ഈ വെറൈറ്റി? ബൊഗൈൻവില്ല. ഇത് സിംഗപ്പൂർ പിങ്ക്. ടെർമിനാലിയ. ഇത് അവിടെയൊക്കെ ബൊഗൈൻവില്ലാസ് ഉണ്ടോ? ഒരു 3-4 ലക്ഷം ബൊഗൈൻവില്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതേതാ ഹൈബ്രിഡ് ആണോ? ഇതിപ്പം മുകളിൽ ഫാമിൽ നിന്ന് മുകളിൽ കണ്ട പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട്. അവിടെയാണ് ഗ്രോ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ സിഗ്രിഗേറ്റ് ചെയ്ത് അങ്ങോട്ട്. ഹൈബ്രിഡും നോർമലും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പം മിക്സ് ചെയ്ത് വന്നതാ. പിന്നെ നമ്മൾ സിഗ്രിഗേറ്റ് ചെയ്ത് വില മാറ്റിയിട്ട്. ഇത് ഫയറോപ്പാലാണ്. ഓറഞ്ച്. അത് ഫയറോപ്പാല്, ഗ്രീൻ ആപ്പിള്. പിന്നെ ഇതിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെയും പോകാൻ വിലാസമുണ്ട്. ഇതേതാ ഈ റെഡ്? ഇതെല്ലാം തായ്ലൻഡ് ചില്ലി റെഡ്. ചില്ലി റെഡ്. ഇതിലേറ്റവും ഹൈലൈറ്റ് ഗ്രീൻ ആപ്പിൾ അല്ലേ? ഗ്രീൻ ആപ്പിൾ ആക്ച്വലി ഗ്രീൻ ആപ്പിൾ ആൾറെഡി നമ്മുടെ പേര് ആൾറെഡി നഴ്സറിക്കാരുടെ ഉണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേതാ ഈ വെറൈറ്റി? ഇതൊരു കട്ടയുടെ ഒരു വെരിഗേഷൻ, യെല്ലോ വെരിഗേഷൻ. നല്ല ഭംഗിയാണ്. എൻ്റെ കറക്റ്റ് അറിയില്ല. ഇത് ബട്ടർഫ്ലൈ. ഇതിൻ്റെ റെഡ് വരുന്നുണ്ട് ഈ ബട്ടർഫ്ലൈയുടെ? ഉണ്ട്. ഇത് വൈലറ്റ്. ഇത് റോയൽ ഡോഫിൻ. ഇതേതാ? ബ്ലൂബെറീസിന്റെ ചെറിയതായി. ഇത് വാട്ടർ ഹെലിക്കോണിയാണ് കേട്ടോ. ലാൻഡ്സ്കേപ്പിങ്ങിന് നിറയെ ക്വാണ്ടിറ്റി ഉണ്ട്. വാട്ടർ ഹെലിക്കോണി ക്വാണ്ടിറ്റി ആയിട്ട് വിടുന്നുണ്ട്. നിങ്ങൾ ഈ കല്ലുകളൊക്കെ സപ്ലൈ ഉണ്ടോ അവിടെ? അതെ, പെബിൾസ്. പറഞ്ഞില്ല, നമ്മുടെ ഒരു ബൊഗൈൻവില്ല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒരു വലിയ സ്കോപ്പാണ്. കുറേ വെറൈറ്റി കല്ലുകളുണ്ടല്ലോ. ഇതേതാ ഈ ഇത്? അത് 3 സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി. അതല്ലേ. ഇതൊക്കെ പിന്നെ ചില്ലി വെറൈറ്റീസ് ആണ്. സ്റ്റോണിലും ചോക്ലേറ്റ്, മൊസൈക്ക്, വൈറ്റ്, കുറേ വെറൈറ്റീസ് ഉണ്ട്. കുഞ്ഞി സ്റ്റോൺ ഉണ്ട്.
പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം ബൊഗൈൻ വില്ലാസാണ്. പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കലാത്തിയ വീറ്റ്. ആ ആ റെഡ് അല്ല വരുന്ന അല്ലേ? ആ റെഡ് വരുന്ന. അത് ഹൈറ്റ് വെക്കും അധികം? കുറച്ച് ഹൈറ്റ് ആവും, ഒരു 6 അടി വരെ പോകും കലാത്തിയ വീറ്റ്. പിന്നെ പ്ലുമേറിയയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. അമേരിക്കൻ ഡോർഫ് പ്ലുമേറി എന്ന അതിൻ്റെ ഒറിജിനൽ പേര്. പാലാ നമ്മൾ മലയാളത്തിൽ പറയും. അതെ അതെ അതെ. ഇത് ലാൻഡ്സ്കേപ്പിങ്ങിന് ഇപ്പം നിർബന്ധം. ഇത് എത്ര കളേഴ്സ് ഉണ്ട് ഇവിടെ? ഇത് നോർമലി വൈറ്റും പിങ്കും ആണ് റെഗുലറായിട്ട്. ആക്ച്വലി ഇത് വൈറ്റ് ഫ്ലവേഡ്, പിങ്ക് ഫ്ലവേഡ് കാണിച്ചു തരാം. ഇത് വൈറ്റ് ഫ്ലവർ, ഇത് പിങ്ക് ഫ്ലവർ. ഇതിന് ഈ പ്ലാന്റ് നോർമലി ആന്ധ്രയിൽ പോയി നമ്മൾ രാജമുദ്രയും കടിയും പർച്ചേസ് ചെയ്തൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷനിൽ ഈ സാധനം ഒടിഞ്ഞ് ഇതിന് ഒരുപാട് മോർട്ടാലിറ്റിയും ഡാമേജോ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിന് ഡിമാൻഡും ഉണ്ട്, ഇവിടെ തന്നെ ഇതിനൊന്ന് ഗ്രോ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇത്രയും ക്വാണ്ടിറ്റി ഹെവി ആയിട്ട് പ്ലുമേറിയയുടെ പല സൈസുകൾ. പിന്നെ കളക്ഷന് വേണ്ടിയിട്ടും വെറൈറ്റീസിന് വേണ്ടി ഇതിൻ്റെ യെല്ലോ ഉണ്ട്, പിന്നെ ആൽബയുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളായിട്ട് ഇവിടെ തന്നെ ഗ്രോ ചെയ്തായത്. ഇതൊരു ഉദ്ദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് 450 to 1500 ആ റേഞ്ച്. റീറ്റെയിൽ അല്ലേ? റീറ്റെയിൽ. ഹോൾസെയിൽ എടുക്കുന്നവർക്ക് അത് കുറവായിരിക്കും. ഇത് ടെർമിനാലിയുടെ ഗ്രീൻ. ഏതിൻ്റെ? ടെർമിനാലിയുടെ വൈറ്റ് കണ്ടില്ലേ, അതിൻ്റെ ഗ്രീൻ. ഇത് തന്നെ? ഇതിൻ്റെ 3 ടൈപ്പ് പ്ലാൻ ഉണ്ട്. ശരി. അതും ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ. ഇനി ഇത് ഇവിടെ മൊത്തം ബൊഗൈൻ വില്ലാസാണ്. ഇത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? ചില്ലി ഐറ്റംസ്, ഫാർമസോ, അത് കുറച്ച് കൽക്കട്ട വെറൈറ്റീസ് അറിയപ്പെടും. വലുത് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കാണല്ലേ ആൾക്കാർ? സൺഡേ അല്ലേ? 10 വർഷമായിട്ടുള്ള പഴയ നഴ്സറിയാണ്. അങ്ങോട്ടുണ്ടോ ഇനി? ആ സൈഡിലുണ്ടോ? ഉണ്ട്. ബൊഗൈൻവില്ലാസ്. അതെ അതെ, ബൊഗൈൻവില്ലയും മറ്റുള്ള പ്ലാന്റ്സ് എല്ലാം ഗ്രോ ചെയ്യാനായിട്ടല്ല. ഇത് ചില്ലിയാണത്? ചില്ലി വെറൈറ്റീസാണ്. ചില്ലി റെഡ്. ഇത് ഫാർമസോ. അതെന്താ? ഗാർഡൻ പ്ലാന്റ് അല്ലേ? ഇത് ഗാർഡൻ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഓൾ ടൈം ഫ്ലവർ. അതായത് നമുക്ക് സീസണൽ ഫ്ലവർ അല്ലാതെ നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു ഷ്രബ് ടൈപ്പിൽ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ഫ്ലവറുള്ള പ്ലാന്റ് വളർത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല വെയിലുള്ള സ്ഥലം. ഈ ബൊഗൈൻവില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ വെയിലാണ് കേട്ടോ. നല്ല കടുത്ത വെയിൽ കിട്ടിയ ഫ്ലവർ നന്നായിട്ടുണ്ടാവും. അതെ അതെ. ഇത് നമ്മുടെ ആക്ച്വലി ബൊഗൈൻവില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഏരിയ. നമ്മുടെ മെയിൻ ഗാർഡൻ അതാണ്. അങ്ങോട്ട് പോവാം. ഇതാണ് ഇവരെ പഴയ ഗാർഡൻ കേട്ടോ. പഴയ ഗാർഡനും പുതിയ ഗാർഡനൊക്കെ ഒന്ന് തന്നെ. ആദ്യം തുടങ്ങിയത് ഇവിടെയാണല്ലേ? അതെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ എക്സ്പാൻഷൻ ആയത്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. 10 വർഷം കൊണ്ട് ഗ്രാജുവലി നമ്മൾ ബിസിനസ് ചെയ്ത് വന്നതാണ്. ഇത് ഫെയറോപ്പാലിന്റെ വലിയ പ്ലാന്റുകൾ തിരക്കി ആൾക്കാർ, കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പം. അവർക്ക് അങ്ങനെ കുറേ സെക്ഷൻ നമ്മൾ വലുതാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇത് നമ്മളാ നേരത്തെ കണ്ടാണോ? ഏതാ ഇത്? ഈ വെറൈറ്റി അത് നാടനിൽ വരുന്നത്. നാടനാണോ? നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഓറഞ്ച്, അതുകൊണ്ടാണ് അതിനെ വലുതാക്കിയത്. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ഫയറോപ്പാൽ. ഇതൊക്കെ ചെറിയ ചെറിയ സിംഗിൾ അല്ലേ? അതെ അതെ. ഇത് ഫയറോപ്പാൽ. അതേതാ? ഇത് ആൾക്കാരുടെ സ്വപ്നമാണ് ഇപ്പോൾ. അതെ, ഏതാണ്? ഫ്ലെയിം റെഡ്. അതിൽ വേറെ ഉണ്ടല്ലോ, റൂബി റെഡ്. മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡോർഫ് വെറൈറ്റീസ്. അത് പൂനെ വെറൈറ്റീസ് എന്നാണ് നോർമലി പറയുന്നത്. നല്ല കളർഫുള്ളാണ്. ഇതിന്റെ കൊച്ചു തൈകളാണ്. ചെറുതൈകൾ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ തൈകൾ. ചെറിയ വില അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 100-150 രൂപ. ഇത് പെയിന്റിംഗ് ബാമ്പുവിന്റെ വലിയ പ്ലാന്റാ. പെയിന്റിംഗ് ബാമ്പുവിന്റെ വലിയ പ്ലാന്റാ. ഇതേതായി മൊത്തം നീല? ഇത് ഫാർമസോഡ. അതിന് നേരത്തെ നമ്മൾ അവിടെ കണ്ടത്. അതെ. ഇത് കാറ്റ്സ് ക്ലോ കടത്തിയിട്ടിരിക്കുന്നത്. ഈ ബൊഗൈൻവില്ലാസ് നോർമലാണോ? ഇതിൽ റൂബി റെഡ്, ഫെയറോപ്പാൽ, ഫ്ലെയിം റെഡ്, ഓറഞ്ച് ഫെയറോപ്പാൽ ഇങ്ങനെയുള്ള. ഇനി ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇവിടെ കുറേ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഹാങ്ങിങ് ഏകദേശം ഒരു 8-9 വെറൈറ്റീസ് ഉണ്ടല്ലേ? ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടത്. ഇതിൽ അഗ്ലോണിമ, കലാത്തിയ, കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ കൂടുതലും ഇപ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നത് ബൊഗൈൻവില്ലാസ്. ഇത് ആക്ച്വലി നമുക്ക് നോർമലി കോർട്ട്യാർഡ് സെറ്റിങ്സിനൊക്കെ വേണ്ടിയിട്ട്, ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഹോൾസെയിൽ. മോൺസ്റ്റർ, ഡിലീഷ്യസ്, ഫിലോഡോണ്ട് ഒരു കുറേ വെറൈറ്റീസ് ഹോൾസെയിൽ ഉണ്ട്. അഗ്ലോണിമ, ബട്ടർഫ്ലൈ, ഡോവ, ഇസേണസ്റ്റ, ഫിലോഡോണ്ടോ ബ്ലാക്ക്,
ബേഡ് ഓഫ് പാരഡൈസ്, ഷെഫ്ലോറ ഇനങ്ങൾ, അഗ്ലോണിമ കലാത്തി ഇനങ്ങൾ നോർമലി ആസ് യൂഷ്വൽ. അതെ അതെ. ഇനി ബാക്കിലോട്ടൊന്ന് പോകാമല്ലേ? ബൊഗൈൻ വില്ലാസാണ് ബാക്കിൽ. ആ, അതൊക്കെ അത് ചെറിയ ചെറിയ പൂക്കൾ, ചെറിയ ചെറിയ ചട്ടികൾ, ഡോർഫ് വെറൈറ്റീസ് ആണ്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് ഒരു ഏരിയ. ആ, ഫ്രൂട്ട് പ്ലാന്റ്സ് മെയിനായിട്ട് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അല്ലേ? ആ, എല്ലാം ഉണ്ട്. അത് പേരകളും ചാമ്പ അങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ആണ് കൂടുതലുള്ളത് കേട്ടോ ഇവിടെ. ഇനി ഇതിൻ്റെ ബാക്കിൽ നോക്കി എത്ര ഏരിയ ആണെന്ന് നോക്കി അങ്ങോട്ട്. ആ, ഇവിടെ മൾട്ടി ക്രാഫ്റ്റഡിൻ്റെ ഒരു മൾട്ടി ക്രാഫ്റ്റഡ് ചെടി റെഡിയായി വരുന്നതേ ഉള്ളൂ. ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, വിറ്റ് മാറി കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷന് ആയി വരുന്നതേ ഉള്ളൂ. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് സെറ്റായി വരും. ഇതിൽ ഗ്രീൻ ആപ്പിൾ, ഫയർ റെഡ്, ഫയർ ഓപ്പാല്, വേറെ ഒരുപാട് പൂവായൻ്റെ ഒരു 4-5 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തത്. പൂവായൻ്റെ താങ്ക്ലോങ് വെറൈറ്റീസ്, റോയൽ സ്പ്ലാഷ്, ഇതൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കണോ ഈ ചെടികൾ? ഇത് ഇനി കുറച്ച് ദിവസം കൂടി ആവാറുണ്ട്, സെറ്റാവുണ്ട്. ഫസ്റ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞായിരുന്നു, ഹോൾസെയിൽ കഴിഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് വരാറുണ്ട് കുറച്ച് ദിവസം. ഇത് ഗോൾഡൻ സൺഷൈന്, സുവർണ, അർജുന. അർജുനെ? അർജുന, 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 അർജുന. ഇതിൻ്റെയൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള ചെടികൾ കേട്ടോ. ഇത് അർജുനേനെ? അർജുനയുടെ ഇത് ഗോൾഡൻ സൺഷൈൻ, അർജുനയുടെ വെറൈറ്റിയാണ്. ബട്ടർ കപ്പ്. ഇത് മാവുകൾ ഇരിക്കുന്നത്? മാവ് പാലക്കാടൻ ഇനങ്ങളാണ് കൂടുതൽ. നാടൻ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, നാടൻ വെറൈറ്റി. നമ്മൾ പാലക്കാടൻ കർഷകരുണ്ടാക്കുന്ന നാടൻ വെറൈറ്റി. അത് കുറച്ച് കൽക്കട്ട വെറൈറ്റി. കൽക്കട്ട വെറൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളും അറിഞ്ഞുകൂടാതെ എടുത്തതാണ്. കൽക്കട്ട വെറൈറ്റികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയ വിലയ്ക്ക് വലിയ മാവ് എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. ഇത് കണ്ടോ, പാലക്കാട് മാവനങ്ങൾ നമുക്ക് കറക്റ്റ് അതിൻ്റേതായ ഈൽഡ് കിട്ടും. നമുക്ക് ഇപ്പം മാർക്കറ്റിൽ വരുന്ന ചെറിയ വിലയ്ക്ക് വലിയ 2 ആൾ പൊക്കമുള്ള മാവ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതെന്നും നമുക്ക് പാടാം. കൽക്കട്ടയിൽ നിന്ന് ചെറിയ വിലയ്ക്ക് വരുന്നത് അത് കായ്ക്കില്ലെന്നും പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല, നമുക്ക് ഉറപ്പില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ട വെറൈറ്റീസ് അല്ലേ? ചട്ടി മാറ്റാനൊക്കെ വേണ്ടി കൊണ്ടു വെച്ചേക്കണത്. അതെ, പ്രൊഡക്ഷൻ ആയിരുന്നു. പ്രൊഡക്ഷൻ സൈഡാണ്. ഇത് നമ്മുടെ ബൊഗൈൻവില്ലയും ഫ്രൂട്ട് പ്ലാന്റുകളും എല്ലാം ബേസിക്കലി കോമൺ ആയിട്ട് റെഡ് പാം അങ്ങനെയുള്ള എല്ലാം നോർമലി ആസ് യൂഷ്വൽ പ്ലാന്റ്സുകളെല്ലാം. അതൊക്കെ നിങ്ങൾ ലാറ്റം വരെ ഉണ്ടല്ലേ? അങ്ങനെ ലാസ്റ്റ് വരെ ഉണ്ട്, ലാസ്റ്റ് ഉണ്ട്, ഏരിയ ഉണ്ട്. പ്രൊപ്പഗേഷൻ ഇവിടെ മാവുകൾ എപ്പോൾ വന്നാലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവിടെ ചെടി ഉണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവിടെ നിന്ന് ഒരേ ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഓരോന്ന് കഴിയുമ്പോൾ, സീസൺ അനുസരിച്ച്. ഇപ്പോൾ ബൊഗൈൻവില്ലയും ഇനിയിപ്പോൾ അടുത്ത ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിരിക്കും വരുന്നത് അല്ലേ? അതെ. ഇനി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനായിട്ട് പോട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിലെന്തൊക്കെയാണ് വെറൈറ്റി? ഇത് ബ്രാൻഡഡ് ആണ്. സെറാമിക് പ്ലാന്റർ പോട്ട്സിൻ്റെ കുറച്ച് വെറൈറ്റീസ്. ഇത് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ? അതെ അതെ അതെ, ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അഗ്ലോണിമ വെറൈറ്റീസ്, അഗ്ലോണിമാസ് അങ്ങനെയുള്ള എല്ലാം. ഇൻഡോർ അത്യാവശ്യം ഉണ്ട് ഇൻഡോർ ഐറ്റംസ്. ഇത് ഹോൾസെയിൽ ഉണ്ട്. ഓർക്കിഡ്സ് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് തീർന്നു പോയി. നെക്സ്റ്റ് വീക്ക് ഓർക്കിഡ്സ് റെഗുലർ ഇവിടെ ഹോൾസെയിൽ ചെയ്യുന്നതാണ്. ആ, പോട്ട്സ് വലിയ പോട്ട്സ് ഉണ്ട് അല്ലേ? അതെ അതെ. ഇതിൽ ഹർഷദ്വീപിൻ്റെ ബ്രാൻഡഡ് പോട്ട്സുകൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇതുമല്ല, FRP പോട്ട്സുകളെല്ലാം സപ്ലൈ ചെയ്യുന്നതാണ്. ചതുരം പോട്ടുള്ളത് ഇൻഡോറൊക്കെ വെക്കാൻ നല്ല രസമാണ്. പ്രീമിയം ക്വാളിറ്റി പോട്ടാണ് ചെയ്യുന്നത് നമ്മൾ. ആക്ച്വലി ഹർഷദ്വീപിൻ്റെ പോട്ട്സാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഇത് ലാസ്റ്റിംഗ് എങ്ങനെയാണ്? ലോങ് ലാസ്റ്റിംഗ് ആണ്, ക്വാളിറ്റിയാണ്. അത് ശരി, അത് ശരി. ചെടി വിത്തുകളുണ്ടോ ഇവിടെ? പച്ചക്കറി വിത്ത്? പച്ചക്കറി തൈകളെല്ലാം. പിന്നെ ഇത് ഇവിടെയൊക്കെ പോട്ടുകളാണ് കേട്ടോ. വിവിധ തരം പോട്ടുകളുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റിനൊക്കെ പറ്റിയ സാധനം. ക്വാളിറ്റി വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ് ഇല്ലല്ലേ? വെയിറ്റ്ലെസ് ആണ്, പക്ഷേ ഇത് റോട്ടോ മോൾഡഡ് പോട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതാണല്ലേ? ഇത് ഹർഷദ്വീപ് ബ്രാൻഡാണ് ആക്ച്വലി. മഹാരാഷ്ട്ര, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി പോട്ട് വയ്ക്കുന്ന ഏറ്റവും ടോപ്പ് കമ്പനിയുടെ പോട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വലിയ പോട്ടുകൾ, നീളത്തിലുള്ളത്. ക്ലയൻസിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രീമിയം ക്വാളിറ്റി മിക്കവാറും ഹൗസ് വാമിങ്ങിനെല്ലാം പ്രീമിയം ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ ബൊഗൈൻവില്ല ഗ്രോ ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. നമുക്കെപ്പോഴും നല്ല മണ്ണും നല്ല വളവും നല്ല വെള്ളവും നല്ല വെയിലും ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലേ ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ആ കാണുന്നതാണ് ജഡായു. നമ്മുടെ രാജീവ് അഞ്ചലിൻ്റെ ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ആ കാണുന്നതാണ്.
സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കിട്ടും. സൂം ഔട്ട് ചെയ്ത് കിട്ടും. അത് ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ അത്ര നിയർ ബൈ ആണ്. ആ ജഡായു പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഫെസിലിറ്റിയും കാണാം. താഴെ ഹൈവേ കോട്ടയം കൊട്ടാരക്കര റോഡ് റീറ്റെയിൽ ഫ്രണ്ടിലെ മെയിൻ റോഡ് സൈഡിൽ റീറ്റെയിൽ. നേരത്തെ അവരൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു. അതിന് മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നോളൂ. നമ്മുടെ കിളിമാനൂരിലുള്ള ഗ്രോയിങ് ഏരിയയാണ്. ശരി. ബൊഗൈൻവില്ലയുടെ സീഡ്ലിങ്സ് എടുത്തിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്ന ഏരിയയാണ്. ഇതും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികൾ എവിടെ ഇരിക്കണൊക്കെ? ഇതെല്ലാം നമ്മൾ ബഡ്സ് സ്റ്റേജ് ആയി ഫ്ലവർ ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഫാമിലെടുത്ത് അവിടത്തേക്ക് സെയിൽസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഒരു 100 ചില്ലാൻ വെറൈറ്റീസ് മേലെ ഉണ്ട് അല്ലേ? അതെ. കൊച്ചു തൈകൾ വന്നിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഗ്രോ ചെയ്തെടുക്കുന്ന സ്ഥലമാണത്. കണ്ടോ, അതൊക്കെ പുതിയ വന്നാണെന്ന് തോന്നുന്നു അല്ലേ ആയിരിക്കണൊക്കെ? പുതിയ ഐറ്റംസ് ഒക്കെയാണ്. റോയൽ ഡോൾഫിൻ, തിന്മ റെഡ്, ക്രിസ്റ്റീന, താങ്ലോങ്, ഇത് ഡോക്ടർ റാവു, ഇത് ബട്ടർഫ്ലൈ ഓറഞ്ച്. ഏകദേശം ഒരു 60ഓളം വെറൈറ്റീസ്. ഇത് വെറൈറ്റി ഡോക്ടർ റാവു വെറൈറ്റി. ഓക്കെ. ഇവിടെയൊക്കെ ചില്ലി റെഡ് അതൊക്കെ ഉണ്ട്. സ്നോഗ്ലോ, റൂബി റെഡ്, ചില്ലി റെഡ്, ഫയറോപ്പാല്. ഇവിടെ നിന്ന് ഒരു മെച്ചൂർഡ് ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മളെ പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് മെച്ചൂർഡ് ആകുമ്പോൾ മെയിൻ നഴ്സറിയിൽ കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാറ് സാധാരണ? സീഡ്ലിങ്സ് നമ്മൾ ആക്ച്വലി ബൾക്ക് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം സാധാ കസ്റ്റമേഴ്സ് 1-2 പീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാം. അത് വന്നിട്ട് തന്നെ നേരിട്ട് തന്നെ അടിക്കേണ്ടി വരും. മിക്കവാറും ഒക്കെ പ്രീ ഓർഡറാണ്. നമ്മളിത് 10 വർഷമായിട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് ചെറിയ തൈകളെല്ലാം തായ് വെറൈറ്റി, ചില്ലി റെഡ്, ചില്ലി എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റികൾ നമുക്ക് പറഞ്ഞ് കൊടുക്കുക ചെയ്യുന്നത്. ബ്ലാക്ക് മെരിയ. ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം പുതിയതാണെന്നോ? ബ്ലാക്ക് മെരിയ. ഇത് ടൈഗർ ക്രിസ്റ്റീന, ബട്ടർഫ്ലൈ സ്പ്ലാഷ്. പിന്നെ കൂടുതൽ നിങ്ങൾ നഴ്സറി സപ്ലൈ ആണല്ലേ? ഹോൾസെയിൽ? മിക്കവാറും. പിന്നെ കൊറിയർ ഒന്നും ഉണ്ടാവില്ല, കാരണം അത് വലിയ കൊറിയർ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊമേഴ്ഷ്യലി ചെയ്യുന്നതിൻ്റെ പേരിൽ. ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഫ്ലവറായി നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആയി കഴിഞ്ഞവർ അങ്ങോട്ട് നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്തോട്ട് മാറ്റുന്നത്. ഇതൊക്കെ ചില്ലി വെറൈറ്റീസ് ആണല്ലോ? ചില്ലി വെറൈറ്റി, കയാത്ത വെറൈറ്റി. ഇത് പൂന വൈറ്റിന്റെ വലിയ ഫ്ലവർ വരുന്ന അല്ലേ? അതെ, വലിയ ഫ്ലവർ. ഇത് ഗ്രോയിങ് സ്റ്റേജിലോട്ട് മാറ്റി, സീഡ്ലിങ്സിനെ ഗ്രോയിങ് സ്റ്റേജിലോട്ട് മാറ്റി. അപ്പോൾ ശരിയെന്നാ അനീഷേ, താങ്ക് യു. ബൈ.